പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് പറയാനുള്ളത് പേജ് നമ്പർ 16 നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന പാഠഭാഗത്തിലെ 16ാമത്തെ പേജിൽ സൈക്കിൾ വാങ്ങാം എന്നുള്ള ഈ ഒരു പ്രവർത്തനം നോക്കാം. അബുവും ജോണിയും ബാബുവും പുതിയ സൈക്കിൾ വാങ്ങി. അബുവിൻ്റെ സൈക്കിളിന് 3250 രൂപയാണ് വില. കടയിൽ കൊടുത്ത് നോക്കും. 3000 രൂപ, 2 100 രൂപ, 5 10 രൂപ എന്നീ നോട്ടുകളാണ് കടയിൽ കൊടുത്തത്. അപ്പോൾ നമുക്കതിൽ എത്ര രൂപയായി എന്ന് നമുക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കടയിൽ കൊടുത്തത് ഇങ്ങനെയാണ്. അബുവിൻ്റെ സൈക്കിൾ 3250 രൂപയായി. കടയിൽ കൊടുത്തത് നോക്കൂ, 3000 രൂപ നോട്ട്. 3000 എന്ന് പറഞ്ഞാൽ എന്തായി? 3000 രൂപയായി അല്ലേ? 3000 നോട്ട് എന്ന് പറഞ്ഞാൽ 3000 രൂപയായി. 2 100 രൂപ നോട്ട്. 2 100 രൂപ നോട്ട് എന്ന് പറഞ്ഞാൽ 200 രൂപയായി. പിന്നെ എന്തായിട്ടുണ്ട്? 5 10 രൂപ നോട്ട് അല്ലേ? 5 10 രൂപ നോട്ട്. 5 10 രൂപ നോട്ട് പറഞ്ഞാൽ എന്താ? 1 10 രൂപ നോട്ട് പറഞ്ഞാൽ 10, 2 10 പറഞ്ഞാൽ 20ആയി, 3 10 കൂട്ടിയാൽ 30ആയി, ഇങ്ങനെ അല്ലേ? അപ്പോൾ 5 10 രൂപ നോട്ട് എന്ന് പറഞ്ഞാൽ 50 രൂപ. അപ്പോൾ നോക്കൂ, ആ അബുവിൻ്റെ സൈക്കിളിന് 3250 ആയിട്ടുണ്ടോ നോക്കൂ. യെസ്, 5 2 3 3250 ആയിട്ടുണ്ട്. അപ്പോൾ അബു കടയിൽ കൊടുത്ത നോട്ടുകൾ വളരെ കൃത്യമാണ് എന്ന് അല്ലേ? ഓക്കെ, ഇനി നോക്കൂ, ജോണി നൽകിയത് 3000 രൂപയുടെയും 4 100 രൂപയുടെയും 5 10 രൂപയുടെയും നോട്ടുകളാണ്. അപ്പോൾ ജോണിയുടെ സൈക്കിളിൻ്റെ വില എത്ര എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ജോണി കൊടുത്ത നോട്ടുകൾ ഏതൊക്കെ നോക്കാം. ജോണി നൽകിയത് 3000 രൂപ നോട്ട്. 3000 രൂപ നോട്ട് പറഞ്ഞാൽ യെസ് 3000 രൂപ അല്ലേ? പിന്നെ 4 100 രൂപ നോട്ട്. 4 100 രൂപ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, 1 100 രൂപ നോട്ട് പറഞ്ഞാൽ 100, 2 എണ്ണം ചേർന്നാൽ 200, 3 100 ചേർന്നാൽ 300, 4 100 ചേർന്നാൽ 400. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതും. ആ സ്ഥാനം പാലിച്ചുകൊണ്ട് സ്ഥാനം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതുക. നിങ്ങളൊരു 400 ഇങ്ങനെ എവിടെയെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല, അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. അത് പലപ്പോഴും നിങ്ങളെ നോട്ടുകളിൽ കാണുന്നൊരു പ്രവണതയാണ്. അങ്ങനെ കാണാൻ 400 എന്ന് പറഞ്ഞാൽ അത് കൃത്യം മുകളിലുള്ള ആ സംഖ്യകൾക്ക് താഴെ തന്നെ കൃത്യമായിട്ട് ഇതിന് നേരെ താഴെ ഇത് അല്ലേ, ഇതിന് നേരെ താഴെ ഇതും, ഇതിന് നേരെ താഴെ ഇതും. ഒറ്റ 10 100 1000 നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 100 രൂപ നോട്ട് 4 എണ്ണം അല്ലേ? പിന്നെ 5 10 രൂപ നോട്ട്. അപ്പോൾ 5 10 രൂപ നോട്ട് 50. എന്തുകൊണ്ട് ഞാൻ 50 എനിക്ക് തോന്നിയ സ്ഥലത്ത് ഇവിടെ എഴുതിയില്ല, അവിടെ എഴുതാൻ പാടില്ല? കാരണം 50 എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ഥാനത്താണ് അത് സംഖ്യ തുടങ്ങേണ്ടത് അല്ലേ? 100 തുടങ്ങേണ്ടത് 100ൻ്റെ സ്ഥാനത്താണ്, 1000 തുടങ്ങേണ്ടത് 1000ൻ്റെ സ്ഥാനത്താണ്. അങ്ങനെ സ്ഥാനം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കണക്ക് ചെയ്യാനായിട്ട്. നമ്മളോട് ഇത് കൂട്ടി നോക്കാം അല്ലേ? 0 5 4 3 3450 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഇതുപോലെ ചെയ്യണം, നോക്കി ചെയ്യാതെ കണക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അക്കത്തിൽ എഴുതി കൊടുക്കണം. 3450 എന്നുള്ളത് അത് അക്ഷരത്തിൽ എഴുതി കൊടുക്കാം. 3450 എന്നുള്ളത് അക്ഷരത്തിലും എഴുതി കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി സീറ്റ് കവറും ബെല്ലും ബാബു അധികമായി വാങ്ങി. എല്ലാം ചേർത്ത് 4265 രൂപയായി. ഇവിടെ 3450 ആയിട്ടുള്ളൂ അല്ലേ? പിന്നെ സീറ്റ് കവറും ബെല്ലും ഒക്കെ വാങ്ങിയപ്പോൾ 4265 രൂപയായി. ഏതൊക്കെ രീതിയിൽ ഈ തുക എഴുതാം എന്ന് നമ്മളോട് പറഞ്ഞിരിക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, നോക്കൂ, 4265 ഇവിടെയാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ 4265 വ്യത്യസ്ത രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്താലും 4265 ആവും. ഇതെല്ലാം ചേർത്താൽ 4265 കിട്ടണം. ഇതെല്ലാം ചേർത്താലും 4265 കിട്ടണം. ഇതും ചേർത്താലും 4265 കിട്ടണം. ഇത് കണ്ടോ, 4265 കിട്ടണം. ഇവിടെയും 4265 കിട്ടണം. പക്ഷെ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ എഴുതണം. 2 4 സംഖ്യകൾ നിങ്ങൾക്ക് തരും, ഇതുപോലെ എഴുതണം. നിങ്ങൾ മനസ്സിലാക്കുക. -1000, -100, -10, -1. ഇവിടെ കൺഫ്യൂഷൻ ഇല്ല, എല്ലാ സ്ഥാനങ്ങളും നിന്ന്. അപ്പോൾ ഈ 4 സംഖ്യകൾക്കും എഴുതാനുള്ള ഇടം ഇവിടെയുണ്ട്. -1000 1000ൻ്റെ സ്ഥാനത്ത് ഇവിടെ 4 ആണ്, 4 കൊണ്ടുപോയി ഇവിടെ എഴുതാം. -100 100ൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്, 2 കൊണ്ടുപോയിട്ട് ഇവിടെ എഴുതാം. -10 എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ഥാനത്ത് ഇവിടെ 6 ആണ് കാണുന്നത്, 6നെ കൊണ്ടുപോയി 10ൻ്റെ സ്ഥാനത്തേക്ക് എഴുതാം. പിന്നെ 1ൻ്റെ സ്ഥാനത്ത് 5 ആണ്, ആ 5നെ കൊണ്ടുപോയിട്ട് ഇവിടെ എഴുതാം. യാതൊരു കൺഫ്യൂഷനും ഇല്ല അല്ലേ? എന്നാൽ ഇവിടെ നോക്കൂ, -100 100 തുടങ്ങുന്ന 100ൽ 1000 ഇവിടെ കാണുന്നില്ല. -10 -1 ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. ഇവിടെ 1000 കാണാനില്ല. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്തുള്ള ഈ സംഖ്യയെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? 100ൻ്റെ സ്ഥാനത്തേക്ക് പിടിക്കണം. അപ്പോൾ 42 100കൾ ആയി. ഇവിടെ 42 100കളായി. മനസ്സിലാകുന്നുണ്ടല്ലോ? പിന്നെ 6 10 5 1 ഇവിടെ ഉള്ളതുപോലെ തന്നെയാണ് എഴുതി വെച്ചു, നോ പ്രോബ്ലം. ഇവിടെ കൺഫ്യൂഷൻ വന്നു, 1000 കാണുന്നില്ല, അപ്പോൾ 100 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്തുള്ളതും കൂടെ എന്ത് ചെയ്തു?
ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് കാണാൻ, അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടെ പറയുന്നു. 4265 എന്ന സംഖ്യയിൽ 4265 എന്ന സംഖ്യയിൽ നമ്മളോട് ചോദിക്കാൻ ഇതിലെത്ര നൂറുകളുണ്ട് എന്ന് ചോദിച്ചാൽ, ഈ സംഖ്യയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോ കാണാത്ത ആളുകൾ ചോദിക്കണം. 4265 എന്ന സംഖ്യയിൽ എത്ര നൂറുണ്ട് എന്ന് ചോദിച്ചാൽ 2 നൂറുണ്ടെന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റല്ലേ? ഈ 4265 ആകെ 2 നൂറുള്ളൂ ആണോ? 1000 തന്നെ 10 നൂറുണ്ട്, ഇവിടെ 4000 ഉണ്ട്. അപ്പോൾ 2 നൂറാണ്. ഈ സ്ഥാനം നോക്കിയിട്ട് പറയരുത്. ചോദ്യത്തിൽ മാറ്റമുണ്ട്, മനസ്സിലാക്കണം. 100ൻ്റെ സ്ഥാനത്ത് സംഖ്യ ഏതെന്ന് വെച്ചാൽ 2 എന്ന് പറയാം. 10ൻ്റെ സ്ഥാനത്ത് സംഖ്യ ഏതെന്ന് വെച്ചാൽ 6 എന്ന് പറയാം, അല്ലേ? ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ എന്ന് പറഞ്ഞാൽ 5. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ കറക്റ്റ് ആവും. ഇതിലെത്ര ഒന്നുകളുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയേണ്ടത്? 4265 ഒന്നുകളുണ്ട്, വെറും 5 ഒന്നാണ് അതിൽ. അല്ല, 4265 1 രൂപകൾ വെച്ചാൽ കറക്റ്റാണ്. അങ്ങനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ബേസാണ് നിങ്ങൾക്ക് കിട്ടിയത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ചോദ്യം എന്തായിരുന്നു? ഇതിൽ എത്ര നൂറുകളുണ്ട് എന്നായിരുന്നു. നിങ്ങൾ പറയേണ്ടത് എന്താ നോക്കൂ. ഒറ്റ, 10, 100, 1000 ഇങ്ങനെ 4 സ്ഥാനങ്ങളാണ്. അപ്പോൾ ഇതിൽ എത്ര നൂറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 സംഖ്യയും ഒറ്റ 10 അത് മറച്ചു വെക്കാം. എന്നിട്ട് 100ഉം 100ൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതും കൂടെ ചേർത്തിട്ട് 42 നൂറുകളുണ്ട് ഈ 4265 എന്ന് പറയാൻ സാധിക്കണം നിങ്ങൾക്ക്. മനസ്സിലാകുന്നുണ്ടോ? 42 നൂറുകളുണ്ട്. ഇനി ഇതിലെത്ര 10കളുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം. 10 ചോദിച്ചത്. അപ്പോൾ 10ൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒറ്റ ആ സ്ഥാനം മറച്ചു വെക്കുക. എന്നിട്ട് എന്ത് പറയണം നിങ്ങൾ? 10 ചോദിച്ചെങ്കിൽ 10ഉം 10നോട് കൂടെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതെല്ലാം കൂടെ ചേർത്ത് പറയാം. 426 പത്തുകളുണ്ട് എന്ന് ചേർത്ത് പറയണം. മനസ്സിലാകുന്നുണ്ടോ? കൃത്യമായിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലേ? ഇനി ഇങ്ങോട്ട് ഇവിടെ അതുപോലെ തന്നെയാണ് പറയുന്നത്. ഡാഷ് 100 എന്ന് പറയുന്നു. അപ്പോൾ 42 നൂറുകൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. പിന്നെ 10ഉം 5ഉം 1 ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കൂ, 1000 കാണുന്നുണ്ട്, 10 ഉണ്ട്, 1 ഉണ്ട്. പക്ഷെ ഇവിടെ 100 കാണുന്നില്ല. 1000 എത്രയെന്ന് ചോദിച്ചാൽ 1000 ഇവിടെ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 100 ഇല്ല. 1000 കഴിഞ്ഞ് 100 വേണ്ടി 100 കാണാനില്ല. പക്ഷെ പിന്നെ 10 ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 100ൻ്റെ സ്ഥാനത്തുള്ള 2നെയും കൂടെ 10ൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ട് 26 പത്തുകൾ എന്ന് പറയണം. 26 പത്തുകൾ. ഡാഷ് 1 എന്നില്ല, അവിടെ 1ൻ്റെ സ്ഥാനത്ത് 5 ഉണ്ട്, ആ 1 ഉണ്ട്. ഞാൻ അടുത്ത് നോക്കാം. ഇവിടെ 1000 തന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 42 100 തന്നു, പിന്നെ ഒരു 1 ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 42 100 അവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? 4200 ആയിപ്പോൾ. 42 100 എന്ന് പറഞ്ഞാൽ 4200 ആയി. ഇനി ഇവിടെ ബാക്കി 65. എത്ര? ഡാഷ് ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 65 ഒന്നുകൾ എന്ന് പറയാൻ കഴിയണം. 65 ഒന്നുകൾ മനസ്സിലാകുന്നുണ്ടോ? അല്ലെ? ഡാഷ് 1 പറഞ്ഞാൽ ഈ 4265 എത്ര ഒന്നുകളുണ്ട്? 4265 ഒന്നുകളുണ്ട് എന്ന് പറയാം. 4265 1 രൂപ വെച്ചാൽ 4265 രൂപയായില്ലേ? യെസ്. ഇവിടെ നോക്കൂ, 426 10 5 1. ശരിയാണ്, 426 10 ഉണ്ട്, 5 1 ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ 2 സംഖ്യ ഞാൻ തരും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനോടൊപ്പം 2 സംഖ്യയും കൂടെ ചേർത്തിട്ട് എഴുതാം. ഇനി അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ പറഞ്ഞിരിക്കുക. വളരെ സിമ്പിളാണ്. എന്താ പറയുന്നത് നോക്കൂ. 4265 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇനി 3620 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സംഖ്യ നിങ്ങൾ സംഖ്യ കേട്ട് എഴുതാൻ അറിയാനുള്ളൊരു പരിശീലനമാണ്. നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പറയുമ്പോൾ 3265 എന്ന് പറയുമ്പോൾ ആ സംഖ്യ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. കേട്ടിട്ട് സംഖ്യ എഴുതാൻ കഴിയണം. സ്ഥാനം മനസ്സിലാവണം, സംഖ്യ മനസ്സിലാവണം അല്ലേ? അപ്പോൾ അതിനുള്ളൊരു പരിശീലനമാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. 9000 ഇവിടെ എന്താ വരിക? 9090 അല്ലേ? 9090 വരും. 6070 വരും. 5022 വരും. 3001 വരും. പിന്നെ എന്താണ് 7500 ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കണം. കൃത്യമായിട്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. അതോടൊപ്പം
പാറ്റേൺ പൂർത്തിയാക്കുക എന്ന രണ്ടാമത്തെ താഴെയുള്ള പ്രവർത്തനം പേജ് നമ്പർ 17 പറയുന്നത് അല്ലേ. എന്താണ് പാറ്റേൺ പൂർത്തിയാക്കുക എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? സിമ്പിളാണ്. 2100, 2200, 2300. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? ഒരു പാറ്റേൺ കിട്ടി. 2300, 2400, 2500, 2600 ഇങ്ങനെ പോരും അല്ലേ. നൂറുകൾ കൂട്ടി കൂട്ടി പോരുന്നു അല്ലേ. ഇനി 3300, 3200, 3100 ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നൂറുകൾ കുറഞ്ഞു വരിക. 3300 കഴിഞ്ഞു. 3300-ൽ നിന്നൊരു 100 കുറഞ്ഞപ്പോൾ 3200 കിട്ടി. 3200-ൽ നിന്ന് 100 കുറഞ്ഞപ്പോൾ 3100 കിട്ടി. അപ്പോൾ അവിടെ നൂറുകൾ കുറഞ്ഞു വരുന്നു. കൃത്യമായിട്ട് നിങ്ങളവിടെ എഴുതി കൊടുക്കണം അല്ലേ. 3100-ൽ നിന്ന് 100 പോയാൽ 3000. 3000-ൽ 100 പോയാൽ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയണം. കണ്ടെത്തുമല്ലോ അല്ലേ. കണ്ടെത്തും. 2900. 2900 കൂടി 100 കൂട്ടുമ്പോഴല്ലേ 3000 കിട്ടും. അപ്പോൾ ഇവിടെ 2900. 2900, 2800. നിങ്ങൾ സ്വയം ചെയ്യണം കേട്ടോ. എക്സാമിന് വരും, സ്വയം നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ 5000, 5200, 5000, 200കൾ കൂടി വരുന്നു. 6500, 6300, 6100. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? യെസ്, 6500. അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ 6300 ആക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ 6100 അപ്പോൾ അവിടെയും എന്ത് മാറ്റമുണ്ട്? 200-ൻ്റെ മാറ്റം കാണുന്നുണ്ട് അല്ലേ. 6100-ൻ്റെ കൂടെ ഇവിടെ നോക്കൂ. 6100-ൻ്റെ കൂടെ 200 കൂട്ടിയപ്പോഴല്ലേ 6300 കിട്ടിയത്. 6300-ൻ്റെ കൂടെ 200 കൂട്ടിയപ്പോഴല്ലേ 6500 കിട്ടിയത്. അപ്പോൾ 200കൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞു വരുന്നു അല്ലേ. അപ്പോൾ 6100 കഴിഞ്ഞാൽ പിന്നെ 5900. 5900 പിന്നെ 5700. അങ്ങനെ നിങ്ങൾ കണ്ടെത്തണം. തെറ്റുകൂടാതെ കണ്ടെത്താൻ ശ്രമിക്കുക അല്ലേ. പിന്നെ 8600, 8700, 8800 സിമ്പിളായിട്ട് പാറ്റേൺ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. നൂറുകളുടെ ആവർത്തനമാണ് അവിടെ കാണുന്നത്. ഓക്കെ ആണല്ലോ. ഇനി താഴെ കൊടുത്തിട്ടുള്ള എന്താണ്? പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുക. 1020, 1030, 1040 അറിയാലോ. 1050, 1060, 1070, 7080, 7090. പിന്നെന്താ അവിടെ വരിക? 7010 കൂടി വരുന്നത് അല്ലേ. അപ്പോൾ 7100, 7110, 7120 അങ്ങനെ പോകും അല്ലേ. 2073, പിന്നെ 2083, പിന്നെ 2093. അതിലെന്താണ് ബന്ധമാണെന്നുള്ളത് നമ്മൾ കണ്ടെത്താം. നിങ്ങൾ പൂരിപ്പിക്കണം. 2103 ഇവിടെയെന്ന് ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ ഇത് തമ്മിലുള്ള ബന്ധം നിങ്ങൾ കണ്ടെത്തണം. തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിയാൽ മതി. വ്യത്യാസം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറക്കുക. ഇതിലുള്ള വ്യത്യാസം കാണാൻ എന്ത് ചെയ്യുക? വലിയ സംഖ്യ 2093-ൽ നിന്ന് 2083 കുറച്ച് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിലുള്ള ഇടയിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ 3940 ഇവിടെ കാണുന്നു, 3960 കാണുന്നു, 3980 കാണുന്നു. അപ്പോൾ അവിടെ എത്ര സംഖ്യയുടെ വ്യത്യാസത്തിലാണ് അത് പോരുന്നത്? 20 അല്ലേ. 40 കഴിഞ്ഞാൽ 40-ൻ്റെ കൂടെ 20 കൂട്ടിയാൽ 60, 60-ൻ്റെ കൂടെ 20, 80. അങ്ങനെ 20-ൻ്റെ വ്യത്യാസത്തിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഭാഗം പൂർത്തീകരിക്കുക ചെയ്യുമല്ലോ. പിന്നെ ഈ ഒരു ഭാഗമാണുള്ളത് മനക്കണക്കായിട്ട് ചെയ്യാനുള്ളതാണ്. 1, 10, 100, 1000. അപ്പോൾ 1111 എന്ന് കിട്ടുന്ന രീതിയിൽ അല്ലേ. 2, 20, 200, 2000, 2222 കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുക. ഓക്കെ. പിന്നെ ഈ ഒരു ഭാഗം കൂടെ ഇതിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 4200-ന് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. 4000-100 എന്നുള്ളത്. പിന്നെ -10, -1, -100. അതായത് വ്യത്യസ്ത രീതിയിൽ ഇതിനെ എഴുതിയിരിക്കുകയാണ്. 4200-ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്തും? ഇവിടെ ഇത് രണ്ടും മാത്രം 4000-ഉം -1-ഉം അല്ലേ. -100 എന്ന് പറഞ്ഞു. അപ്പോൾ 2 100 എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. പിന്നെ 420 10കളുണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ. പിന്നെ 4200 വൺസുകൾ ഉണ്ട് എന്ന് പറയാൻ പറ്റും. പിന്നെ എത്ര 100 ഉണ്ട് ഇതിൽ? 42 100കളുണ്ട്. 42 100കളുണ്ട്. ഇതിൽ എത്ര 10കളുണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 420 10കളുണ്ട്. 10 എത്ര എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ എന്ത് ചെയ്തേണ്ടത്? ഈ ഒരു 0 മറച്ച് വെച്ചതിന് ശേഷം, അതായത് ഒന്ന് മറച്ച് വെക്കുക. 10 ചോദിച്ചത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു 10-നെ ഒറ്റയുടെ സ്ഥാനം മറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള 420 10കളുണ്ട് എന്ന് പറയാം. നേരത്തെ പറഞ്ഞില്ല, ആ ഒരു സംഗതി തന്നെയാണ്, വേറൊന്നുമില്ല. 3897, 3000. എന്തുണ്ട്? 3000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. -10, -1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100 ഇല്ല ഇവിടെ.
അപ്പോൾ നമ്മൾ ആ 100 നേരത്തെ പറഞ്ഞ പോലെ 89 പത്തുകൾ, 100നെ കൂടെ 89 10ൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകണം. 89 പത്തുകൾ 71. പിന്നെ നമുക്ക് അടുത്ത് ഡാഷ് 100 ഡാഷ് 9 10 71 എന്നാണ് ഈ വരിയിൽ കാണുന്നത് അല്ലേ. ഇതിൽ 1000 അല്ല. അപ്പോൾ 38 നൂറുകൾ 9 10 71. കൺഫ്യൂഷൻ ഇല്ല. നേരത്തെ അതേപോലെ തന്നെ ഡാഷ് 10 7 1 എന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ 10ൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ട് 389 പത്തുകൾ 7 1 എന്ന് കൊടുക്കണം അല്ലേ. പിന്നെ 3000 ഡാഷ് 1 മാത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3000 ഉണ്ട്. ഡാഷ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ളതൊക്കെ ഒരു ഒന്നാക്കുക, 897 ഒന്നുകളായി കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് എഴുതുകയും ചെയ്യുക. ഈ സംഖ്യ വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്യുക വ്യത്യസ്ത രീതിയിൽ. ഓക്കെ. ഇനി റോമൻ സംഖ്യകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ റോമൻ സംഖ്യാ സമ്പ്രദായം എന്ന ഭാഗം നിങ്ങൾ പൂരിപ്പിക്കുക. ഓക്കെ ആണല്ലോ.